കാരണം ഇന്നൊരു വിരൽ തുമ്പിൽ എല്ലാം സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പതിഞ്ഞെടുക്കാം എത്ര വോട്ട് ആ മെഷീനിൽ വന്നു. പക്ഷെ അന്നത്തെ കാലത്ത് അതല്ല. ഇതുപോലുള്ള ഒരു ബൂത്തിൽ തന്നെ ചിലപ്പോൾ 2 or 3 പെട്ടികൾ ഉണ്ടാവും. കാരണം ഒരു വാർഡിൽ തന്നെ കുറെ ബൂത്തുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ ബൂത്തിനും ഓരോ പെട്ടികൾ ഉണ്ടാവും. പക്ഷെ ഈ ഓരോ പെട്ടിയും തുറന്ന് ഓരോ സ്ലിപ്പും എണ്ണണം. അതിൽ അസാധു മഷി പുരണ്ടുകണോ നോക്കണം. ഈ വോട്ടിംഗ് ഏജന്റുമാർ കൗതുകത്തോടെ നോക്കിയിരിക്കും. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് എണ്ണാണ് ചെയ്യുന്നത്. കൗണ്ടിങ് കൈകൊണ്ടാണ് എണ്ണി തിട്ടപ്പെടുത്തി അത് മാർക്ക് ചെയ്ത് പുറത്തൊരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതിന്മേൽ എഴുതും ഇന്ന ബോക്സിൽ ഇത്ര വോട്ട് ഇന്ന ആൾക്ക്, ഇത്ര വോട്ട് ഇന്ന ആൾക്ക്. അത് ചിലപ്പോൾ നമുക്ക് പിന്നെ കൂടുതലുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, തർക്കങ്ങളുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ രാത്രി വരെയൊക്കെ നീണ്ടു നിൽക്കും. ആളുകൾക്ക് അന്ന് നമ്മളെ ഇന്നത്തെ പോലെ ചാനലിലൂടെ അറിയാനുള്ള മാധ്യമങ്ങളിലൂടെ അറിയാനുള്ള മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ എഴുതി വെക്കുന്നത് വായിച്ച് അറിയാവുന്ന മാർഗങ്ങൾ മാത്രമേ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു ഭയങ്കര ആവേശവും ഉത്കണ്ഠയും ഒക്കെ ഒരു നിറഞ്ഞൊരു കാലഘട്ടം, മുമ്പിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം. അതിന് അത്ര ആവേശമായിരുന്നു. ഇന്ന് പൊതുവെ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ആളുകൾക്ക് വേണോ വേണ്ടേ എന്നുള്ളൊരു ആവശ്യത്തിലാണ്. കാരണം അത് ചെയ്യാൻ പോകാൻ മടി ഒക്കെ. പക്ഷെ അന്നത്തെ കാലത്ത് അതല്ല. കാരണം ഒരു അവസരം വിനിയോഗിക്കാൻ അന്നത്തെ ആളുകൾ മുൻപോട്ട് വന്നിരുന്നു. ഇന്ന് ആളുകൾ കുറെ ആ കാര്യത്തിൽ പിറകോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു നമ്മുടെ ഈ ബാലറ്റ് പേപ്പറിന്റെ ഒരു പുതിയ രൂപമാണല്ലേ നമ്മുടെ വിവി പാറ്റ് എന്ന് പറയുന്നത്. അതെ 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 അതെ. അതാണ് നമുക്ക് അടിക്കുന്ന നമ്മളെ സ്ലിപ്പ് അതിലേക്ക് ചാടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം. അത് ആ സ്ലിപ്പ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അടിക്കുന്ന ചിഹ്നമാണ് അതിൽ വരുന്നത്. അപ്പൊ അതിലേക്ക് ചാടുന്നതല്ല, അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഐഡിയ ഉള്ളൊരു വോട്ടർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന്റെ ആരോപണങ്ങളൊക്കെ പല ആളും പറയും അതടിക്കുമ്പോൾ മറ്റേ ചിഹ്നത്തിൽ കത്തി. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ അടിച്ചതിലാണോ വന്നത്, നമ്മൾ അടിച്ച ആ സ്ലിപ്പാണോ അതിലേക്ക് ചാടിയതൊക്കെ ഒരു വോട്ടർക്ക് കാണാവുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ ആരോപണങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്.